നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും ആദ്യം ഡീൽ ആരോപണം വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്, പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ്. ഏറ്റവും ഒടുവിൽ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ വോട്ടിന്റെ നോട്ട് എന്ന ആരോപണവും വന്ന് നിൽക്കുന്നതും പാലക്കാട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടെ ശ്രദ്ധേയമാണ് പാലക്കാട്. സാജിദ് അജ്മൽ കൂടി ചേരുമ്പോൾ, സാജിദ്, ഏത് രീതിയിലാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് പോളിംഗ് ശതമാനം ജില്ലയിലാകെ മൊത്തമുള്ള കണക്കുകൾ എങ്ങനെയാണ്? വിനിഷ, നൗഫൽ, ഈ 3 മണിയുടെ കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി നൽകിയിരിക്കുന്നത്. അതിനുശേഷമുള്ള അപ്ഡേഷൻ നമ്മൾ ഒരു 5 മണിയോടുകൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4:45 കഴിഞ്ഞിരിക്കുന്നു. ജില്ലയിൽ ആകെ സാജിദ് ഒരുപക്ഷെ ഏതെങ്കിലും ബൂത്തിലായിരിക്കും സാജിദ് ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കുക. ആ ബൂത്തിൽ എത്ര ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കണക്ക് നമുക്ക് ഇപ്പോൾ അനൌദ്യോഗിക കണക്ക് ലഭ്യമാണോ? ഈ ബൂത്തിൽ അല്പം മുൻപ് UDF-ന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ്ട് 80% എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചതാണ് ഈ ബൂത്തുകളിൽ ക്യൂ രൂപപ്പെടുന്നത് കുറയാനുള്ളൊരു പ്രധാന കാരണം. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ബൂത്തിൽ 872 വോട്ടർമാരാണ് ഉള്ളത്. ഇങ്ങനെ ഈ വോട്ടർമാരുടെ എണ്ണം, അതായത് പല ബൂത്തുകളിലും പാലക്കാട് പ്രത്യേകിച്ച് നേരത്തെ 1800ഓളം വോട്ടർമാരുള്ള ബൂത്തുകളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ടും വലിയ ക്യൂ രൂപപ്പെടും. ഇപ്പോൾ ഈ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അമ്മ, വോട്ട് ചെയ്താ? എവിടെ വീട്? എവിടെയാ? തിരുനെല്ലായിരുന്നു. ഇപ്പോ ഒരു വയോധികയാണ്. ഇത്തവണ 85 വയസ്സ് കഴിഞ്ഞ പല ആളുകളും ഈ ഹോം വോട്ട് ചെയ്തു. 14,000-ലധികം ആളുകൾ ഹോം വോട്ടായി പാലക്കാട് ജില്ലയിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ ഈ തിരക്ക് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ഈ പോളിംഗ് നടക്കുന്നുണ്ട്, എന്നാൽ ബൂത്തുകളിൽ വലിയ ഈ ക്യൂ ഇല്ലാത്തത് അങ്ങനെ ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഈ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. 67% പാലക്കാട് മണ്ഡലത്തിൽ മാത്രം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ബൈ ഇലക്ഷനൊക്കെ 76 ഇതിലായിരുന്നു വന്നിരുന്നത്. അതൊരു പക്ഷേ ഈ അവസാന കണക്ക് വരുമ്പോൾ 80% അടുപ്പിച്ചുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിവാദങ്ങളും ചർച്ചകളും എല്ലാം നടന്നൊരു മണ്ഡലമാണ് പാലക്കാട് എന്നതിൽ സംശയമില്ല. ഏറ്റവും അവസാനം വന്നത് ഈ വോട്ടിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനു മുൻപ് ഡീൽ ആരോപണം ഉണ്ടായിരുന്നു. ഇങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വോട്ടർമാരെ പരമാവധി എത്തിക്കാൻ 3 മുന്നണികളും ശ്രമിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. UDF-ന്റെ പ്രവർത്തകരും LDF-ന്റെ പ്രവർത്തകരും NDA പ്രവർത്തകരും അതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ പാലക്കാട് മണ്ഡലം കൂടാതെ ഈ തൃത്താല, പട്ടാമ്പി, കോങ്ങാട്, ചിറ്റൂര്, ഈ നെന്മാറ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വാശിയേറിയ പോരാട്ടമാണ്. ആ സ്ഥലത്തും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. ചിറ്റൂര് കഴിഞ്ഞ വർഷം 83% പോളിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണയും അത്യാവശ്യം മികച്ച പോളിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ബൂത്തുകളിൽ കുറച്ച് ആളുകൾ കൂടി കാണുകയാണ്. 5 മണിയോട് അടുക്കുന്നു. നമുക്കറിയാം ഈ പാലക്കാട് സാധാരണഗതിയിൽ ഈ രാവിലെ ഒരു 12 മണി വരെ അത്യാവശ്യം തിരക്കുണ്ടാവുകയും പിന്നീട് ഈ